السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله قال. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകൾ, അല്ലാഹുവേ അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് നീ മാറ്റി അവർക്ക് റാഹത്ത് നീ കൊടുക്കണേ, മനസ്സമാധാനം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാൻ. ഇൻഷാ അല്ലാ ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 114 സൂക്തങ്ങളുണ്ട്, 114 അധ്യായങ്ങൾ. അതിൽ ഓരോരോ സൂറത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാത്തിഹയുടെ അമൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഫാത്തിഹ നിങ്ങൾ ഓതേണ്ടത്, നിങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, ആവശ്യങ്ങൾ ഹാജത്തുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഫാത്തിഹ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് മുൻകഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു അധ്യായത്തെ പറ്റിയാണ്, ഒരു സൂറത്തിനെ പറ്റിയാണ്. ഏതാണ് ആ സൂറത്ത്? 114 സൂറത്തുകളിൽ എല്ലാ സൂറത്തുകൾക്കും അതിൻ്റെതായ ഫളാഇൽ, അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഖൽബ് എന്നറിയപ്പെടുന്ന, ഖുർആനിന്റെ ഖൽബ് എന്നറിയപ്പെടുന്ന സൂറത്താണ്, സൂക്തമാണ് വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ. എല്ലാവരും ജീവിതത്തിൽ ദായിമാക്കുന്ന ആളുകളാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളുകളാണ്, ജീവിതത്തിൽ പതിവാക്കിയ ആളുകളാണ്. ഈ യാസീനെങ്ങാനും നിങ്ങൾ ഓതിയാൽ, ഞാൻ പറയുന്ന പ്രകാരം നിങ്ങൾ യാസീനെങ്ങാനും ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. ധാരാളം ഉദാഹരണങ്ങൾ നമ്മളെ ജീവിതത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അനുഭവങ്ങൾ തന്നെയുണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. യാസീൻ ജീവിതത്തിൽ ദായിമാക്കിയ, ഞാൻ പറയുന്ന രീതിയിൽ ഓതിയ ധാരാളം ആളുകൾ നിരന്തരം അനുഭവങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് യാസീനിന്റെ അമലാണ്. എന്താണ് വിശുദ്ധമാക്കപ്പെട്ട യാസീൻ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന 10 ഗുണങ്ങൾ? അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ 10 അനുഗ്രഹങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പവിത്രമാക്കപ്പെട്ട യാസീനിന്റെ ഉള്ളടക്കം എന്താണ്? യാസീനിലൂടെ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മോട് ഉണർത്തുന്നത് എന്താണ്? ആരുടെ ചരിത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട യാസീനിലൂടെ നമ്മളെ പടച്ച റബ്ബ് നമ്മളെ ഉണർത്തുന്നത്? ആരുടെ ചരിത്രമാണ്? അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
അതിൻ്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ ഓതുന്ന സമയത്ത് വലിയ നേട്ടങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട യാസീനിലൂടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത് വലിയ ചരിത്രമാണ് പടച്ച റബ്ബ് നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ആ ചരിത്രം? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. ആ യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനിന്റെ ചരിത്രത്തിൽ പറയുന്നത് ഈസാ നബിയുടെ അനുയായിയായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. ആരാണ് ഹബീബുൻ നജ്ജാർ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായിയാണ്. നേരിട്ട് അനുയായിയാണോ? അല്ല, നേരിട്ടിട്ട് അനുയായിയല്ല ഹബീബുൻ നജ്ജാർ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായ മത്താർ റളിയല്ലാഹു തആല അൻഹു, ബുത്റസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ് ആര്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. അവരെ ചരിത്രം പറയുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. അതാണ് യാസീനിന്റെ ഉള്ളടക്കം. ഹദാക്കിയ എന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമ്മതപ്രകാരം പ്രബോധനത്തിനായി ഇറങ്ങിയ മത്താർ റളിയല്ലാഹു അൻഹു, ബുത്റസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് വിശുദ്ധമാക്കപ്പെട്ട യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. അസ്ഹാബുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ ഉണർത്തുന്നത് കഹ്ഫാണ്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റിയാണ്. യുവാക്കള്, അങ്ങനെ ഓരോരോ സൂറത്തുകൾക്ക് അതിൻ്റെതായ ഫളായിലുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് നമ്മൾ ഓതുന്ന സമയത്ത് യുവാക്കളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹയിൽപ്പെട്ട യുവാക്കള്. കിത്മീർ എന്ന് പറയുന്ന നായം അതിലേക്ക് ചേരുമ്പോഴാണ് അത് 8ആയി മാറുന്നത്. 8 ആളുകൾ, ഗുഹയിൽപ്പെട്ട 8 ആളുകള്, അതായത് 7 യുവാക്കള്, അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട 7 യുവാക്കളും കിത്മീർ എന്ന് പറയുന്ന ഒരു നാഴയും. അതിന്റെ ചരിത്രം വളരെ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും കടക്കുന്നില്ല. അവരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് മത്താർ റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാന്മാരാണ് മത്താർ റളിയല്ലാഹു തആല അൻഹു, ബുത്റസ് റളിയല്ലാഹു തആല അൻഹു. വലിയ മഹാന്മാരാണ്. അതാണ് ബൈബിളിലൂടെ പറയുന്നത്. പത്രോസും മത്തായി, ബൈബിളിലൂടെ പറയുന്നുണ്ട് പത്രോസും മത്തായിയും ഇല്ലേ? അതാണ് മത്താർ റളിയല്ലാഹു തആല അൻഹു, ബുത്റസ് റളിയല്ലാഹു തആല അൻഹു ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചവരാണ്. മുത്തനബിയുടെ സമുദായത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉള്ള 2 ഈസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട 2 മഹാന്മാരാണ് മത്താർ റളിയല്ലാഹു തആല അൻഹു, ബുത്റസ് റളിയല്ലാഹു തആല അൻഹു. അവരാണ്, അവരുടെ ചരിത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഉള്ളടക്കം. അത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഓരോരോ സൂക്തങ്ങളും അതിലേക്ക്, ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ അതിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചരിത്രം വിശാലമാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിന്റെ ഉള്ളടക്കം പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. എന്തിലേക്കാണ്? പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ കൊണ്ട് ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമായ യാസീൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10 നേട്ടങ്ങൾ, 10 ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 10 ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക്, അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എപ്പോഴും മജ്ലിസിലൂടെ പറയാനുള്ള കാരണം, ഇത് ധാരാളം ആളുകൾ കാണുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മളെ മജ്ലിസുകൾ കാണുന്നത്, ഏറ്റെടുക്കുന്നത്. നമ്മളെ മജ്ലിസ് ഇടുന്നതനുസരിച്ച് ഏറ്റെടുക്കുന്ന എൻ്റെ സഹോദരിമാര്, സഹോദരന്മാര്, ഉമ്മമാര്, ഉപ്പമാര്, ധാരാളം
ധാരാളം ആളുകൾ. അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഒരു പ്രയാസങ്ങൾ അവർക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരെ മഹാന്മാരുടെ കാവൽ അവരുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. അവരെല്ലാം ഈ മജ്ലിസ് ഏറ്റെടുക്കാനുള്ള കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാരുടെ കാവലും നോട്ടവുമുള്ള മജ്ലിസാണ്. മജ്ലിസ് ആയതുകൊണ്ടാണ് അവർ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമും മജ്ലിസുമായതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിനകത്ത് നിന്ന്, കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എൻ്റെ ദ്വീപ് നിവാസികള്, പ്രവാസി സുഹൃത്തുക്കള്, നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് കോളുകൾ വരുന്ന സമയത്ത് എടുക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇല്ല, എല്ലാവർക്കും ഞാൻ തിരിച്ച് വിളിക്കാറുമുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം, മജ്ലിസിന്റെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം, ആർക്കും കോള് വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, തിരിച്ച് വിളിച്ചില്ലല്ലോ എന്ന പരാതി ഒന്നോ രണ്ടോ പേർക്ക് മാത്രം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങളിൽ അതും ചില ദിവസങ്ങളിൽ മാത്രം. എല്ലാ ദിവസവും മജ്ലിസ് സ്ഥിരമായി കാണുന്ന, എനിക്ക് സ്ഥിരമായി വിളിക്കുന്നവർക്കറിയാം, അവർക്കുള്ള അതിനുള്ള പരിഹാരവും ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന് തീർക്കേണ്ടതാണെങ്കിൽ ബുക്ക് ചെയ്യുന്ന ആള് അവരാണ് ഫോൺ എടുക്കുന്നെങ്കിൽ അവർ പറയും ഇവിടത്തേക്ക് വരണം. ഇല്ല, പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വന്നുകൊണ്ട് പരിഹാരങ്ങൾ തേടുന്ന ആളുകൾ, വലിയതായിട്ടുള്ള പരിഹാരങ്ങൾ, വലിയ പരിഹാരങ്ങൾ തേടുന്ന ആളുകൾ. അതൊക്കെ ഈ മജ്ലിസിന്റെ ഒരു കറാമത്താണ്, മജ്ലിസിന്റെ ഒരു ബർക്കത്താണ്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് ചില പരിപാടിയിലും ചില സാഹചര്യങ്ങളിലും ആകുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് അവർ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാകുക. ഇനി അടുത്ത കൺസൾട്ടിംഗ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒക്ടോബർ മാസത്തിലെ ആദ്യ കൺസൾട്ടിംഗ് ഫസ്റ്റ് ശനിയാഴ്ചയാണ്. ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, വേവലാതികൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിലേക്ക്, ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അല്ലാഹുവിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിയവർക്ക് നീ റാഹത്ത് നീ കൊടുക്കണേ അല്ലാഹ്, മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് അവരെ പ്രയാസങ്ങൾ, നേരുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ സുഖപ്പെടുന്ന ധാരാളം ആളുകൾ ഇവിടത്തേക്ക് വന്നുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ധാരാളം കുടുംബങ്ങൾ. അല്ലാഹുവേ നീ ഒരിക്കലും അവർക്കൊരു പ്രയാസങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാ, നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, നീ ഇടങ്ങേറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. സാഹിര്യങ്ങളെ സിഹ്റിനെത്തൊട്ട് അവരെ കാക്കണേ അല്ലാ, മാക്രീങ്ങളെ മക്റിനെത്തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഉടനീളം നീ കാവൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണക്കാര്യം റെഡിയായ ആളുകൾ
ജോലി പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ, അത്തരം പ്രയാസങ്ങൾ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ഈ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് ഒരു കാവൽ നേടുകയാണ്. അതിനെല്ലാം അവര് പരിഹാരം തേടുകയാണ്. ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലിലും നോട്ടത്തിലുമാണ് ഈ മജ്ലിസ് നടന്നു നീങ്ങുന്നത്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാഹസൻ ജമലുല്ലൈൽ ഉപ്പാപ്പ, ഞങ്ങളൊക്കെ വല്ലിപ്പയായ ഉപ്പാപ്പയുടെ നോട്ടവും കാവലും ഇജാസത്ത് പ്രകാരമാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. ഏതൊരു അമലി മജ്ലിസിൽ പറയുകയാണെങ്കിലും, ഏത് ദിക്ർ പറയുകയാണെങ്കിലും, എന്ത് അമൽ പറയുകയാണെങ്കിലും മഖാമിൽ പോയിട്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതാണ് ഓരോരാളുകൾ ഈ മജ്ലിസിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും ആ മുറാദുകളെ ഹാസിലാകുന്നത്, കാര്യങ്ങൾ നടന്നു പോകുന്നത് ഉപ്പാപ്പയുടെ കറാമത്താണ്, ഈ മജ്ലിസിന്റെ കറാമത്താണ്, ഉപ്പാപ്പയുടെ നോട്ടമാണ്. അല്ലാഹുവേ, നീ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാ, നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ എപ്പോഴും മജ്ലിസിലിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ഇടങ്ങേറിൽ കുടുങ്ങി നിന്നാലും ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് ഒരു 11 ഫാത്തിഹ ഓതാൻ മറന്നുപോകല്ലേ. എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക്, ഉപ്പാപ്പയുടെ ചാരത്ത് പോയിട്ട് നിങ്ങളൊരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു 11 ഫാത്തിഹ ഓതിയാൽ നിങ്ങളെല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു മാറ്റി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യാൻ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ദീർഘായുസ്സുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരു നിലക്കും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, ഒരിടത്തും ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഒരാളുടെ മുന്നിൽ അല്ലാഹ് ഞങ്ങൾക്ക് നീ കൈനീട്ടാനുള്ള അവസരം നീ നൽകല്ലേ അല്ലാഹ്. ഇടങ്ങേറാക്കല്ലേ അല്ലാഹ്, ജീവിതത്തിൽ ഇടങ്ങേറാക്കല്ലേ അല്ലാഹ്, നീ ഇടങ്ങേറാക്കല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് 10 ഗുണങ്ങളാണ്, 10 അനുഗ്രഹങ്ങളാണെന്ന് ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. എന്താണ് ആ 10 ഗുണങ്ങൾ? ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്തെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ വിശപ്പിനെ മാറ്റിക്കൊടുക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ആരെങ്കിലും വിശന്നാൽ യാസീൻ സൂറത്ത് അവൻ ഓതിയാൽ അവന്റെ വിശപ്പിന് അല്ലാഹു മാറ്റി നൽകും. ദാഹിച്ചൊരാൾ യാസീൻ സൂറത്തെങ്ങാനും പാരായണം ചെയ്താൽ അവന്റെ ദാഹം അല്ലാഹു ശമിപ്പിച്ചു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവിടുന്ന് ദാഹിച്ചൊരാൾ സൂറത്തുൽ യാസീൻ എങ്ങാനും പാരായണം ചെയ്താൽ അവന്റെ ദാഹം അല്ലാഹു കെടുത്തി നൽകും. വസ്ത്രമില്ലാത്തവൻ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു അവനക്ക് വസ്ത്രം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്തെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനക്ക് വസ്ത്രം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്.
വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തൊരാൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീനെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവനക്ക് ഇണകളെ അടുപ്പിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. നമ്മളെ ഇടയിൽ ധാരാളം ആളുകളുണ്ട്, കല്യാണ പ്രായമെത്തി തങ്ങളെ എൻ്റെ മകനൊരു കല്യാണം നടക്കുന്നില്ല, എൻ്റെ മകനൊരു കല്യാണം നടക്കുന്നില്ല, തങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് നീ പാരായണം ചെയ്തോ നിന്റെ മകന്റെ വിവാഹം അല്ലാഹു നടത്തി തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ധാരാളം ആളുകൾ എന്നുമായി ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മളെ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകൾ പറയുന്നത് മകന്റെ കല്യാണം റെഡിയാകാനുണ്ട്, തങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് മനസ്സറിഞ്ഞ് നീ ഓത്. നിന്റെ മകന്റെ വിവാഹം അല്ലാഹു നടത്തി തരും. നിങ്ങളെ വിവാഹമാണോ നടക്കാനുള്ളത്? ഇൻഷാ അല്ലാഹ് പരിശുദ്ധ യാസീൻ ഓത്. ഖൽബുൽ ഖുർആനായ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് നീ പതിവാക്ക് അല്ലാഹു ഇണകളെ അടുപ്പിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഭയന്ന ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് എങ്ങാനും പാരായണം ചെയ്താൽ അവന്റെ ഭയപ്പാട് അല്ലാഹു മാറ്റുമെന്ന്, അവനക്ക് സമാധാനം നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഭയന്ന് വിറക്കുന്ന ആളുകൾ, പേടിക്കുന്ന ആളുകൾ, സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അവന്റെ ഭയപ്പാട് അല്ലാഹു മാറ്റുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ജയിലിലടക്കപ്പെട്ട ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്തെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിന്, ചെയ്യാത്ത പ്രയാസത്തിന് അവനെങ്ങാനും ജയിലിലടക്കപ്പെട്ടതാണോ, എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് നീ പാരായണം ചെയ്തോൽ ഇൻഷാ അല്ലാഹ് അവന് ജയിൽ മോചനം നൽകുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ധാരാളം ആളുകളുണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകൾ. മകൻ ജയിലിലാണ്, ഭർത്താവ് ജയിലിലാണ്, തങ്ങൾ ദുആ ചെയ്യണം. പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നീ ഓതി നോക്ക്. ഉത്തരം നിനക്ക് കിട്ടും. അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ നീ നൽകണേ തമ്പുരാനെ. യാത്രക്കാരനെങ്ങാനും പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിനെ പതിവാക്കിയാൽ, യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട യാസീനിനെ പതിവാക്കി കഴിഞ്ഞാൽ അവന്റെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാവൂല, പ്രയാസങ്ങളുണ്ടാവൂല, അവൻക്ക് ആക്സിഡന്റ്, അപകട മരണങ്ങൾ ഉണ്ടാകൂല. അല്ലാഹു അവനക്ക് സംരക്ഷണം നൽകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. യാത്രയിൽ പ്രയാസങ്ങളില്ലാതെ റാഹത്തായി യാത്ര ചെയ്യാൻ നമ്മളെല്ലാവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വാഹനവുമായി എടുത്ത് സഞ്ചരിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലോ നീ നൽകല്ലേ തമ്പുരാനെ. മരണമാസന്നമായവന്റെ ചാരത്തിരുന്ന് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്തിനെങ്ങാനും പാരായണം ചെയ്താൽ
അവനക്ക് പ്രയാസങ്ങളില്ലാത്ത റാഹത്തായ മരണം അല്ലാഹു നൽകും. വേദനയില്ലാതെ റാഹത്തായ മരണം അവനക്ക് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണേ. ഈ യാസീൻ സൂറത്തിനെ നിങ്ങൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഓതണേ. രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾ, മാരകമായ രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹു രോഗശമനം അല്ലാഹു നൽകുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രോഗത്തിന് ശമനമാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ. പതിവാക്കണേ ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അവന്റെ ആവശ്യം നിറവേറാൻ, അവന്റെ ഏത് ആഗ്രഹങ്ങളും നിറവേറാൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനെങ്ങാനും പതിവാക്കിയാൽ അവന്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്ത് ഹാജത്തുകളുണ്ടെങ്കിലും അല്ലാഹു നിറവേറ്റി തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്താവശ്യമാണെങ്കിലും എന്ത് ഹാജത്ത് എന്ത് മുറാദുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ യാസീനിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ പാരായണം ചെയ്ത് എന്ത് മുറാദാണെങ്കിലും അല്ലാഹു ഹസനാക്കി തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അത്രയും പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണേ. എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത്? ആരുടെ പേരിലാണ് തങ്ങളെ ഞങ്ങൾ യാസീൻ നേർച്ച വെച്ച് ഓതേണ്ടത്? അത് പറയുന്നതിന് മുമ്പ്, അമല് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. ഒരു അനുഭവം, ഒരു യാസീൻ്റെ ഒരു മഹത്വം, ഒരു അനുഭവം നേരിട്ടുണ്ടായ ഒരു റിസൾട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. ഒരു ശനിയാഴ്ച ഒരു യുവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിനായിട്ട് വന്നു. അവര് പറഞ്ഞത് തങ്ങളെ, എൻ്റെ ഭർത്താവ് സൗദി അറേബ്യയിൽ ജയിലിലാണ്. ഒരു ചെറിയൊരു പ്രയാസത്തില് ജയിൽ അകപ്പെട്ടതാണ്. ഒരു നിലക്കും ഒരു പരിഹാരമില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി, പല ആളുകളടുത്ത് പോയി, ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്തു തങ്ങളെ. എനിക്കതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. എനിക്കതിലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒരു പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞവർ പറഞ്ഞ സമയത്ത് ഒരു കടയുടെ ചെറിയൊരു പ്രയാസമാണ്. അവർ നടത്തിയ ചെറിയൊരു ബിസിനസ്സാണ്, ഒരു കടയാണ്. അതിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസവുമായിട്ട് ജയിലിൽ അടക്കപ്പെട്ടതാണ്. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ നിങ്ങൾ പാരായണം ചെയ്യ്. അവരോട് ഞാൻ പറഞ്ഞു, സൂറത്തുൽ യാസീൻ നിങ്ങൾ പാരായണം ചെയ്യ്. എത്ര തവണയാണ് എങ്ങനെയാണ് നിങ്ങൾ ഓതേണ്ടത് 41 ദിവസം, ഒരു 3 യാസീൻ വെച്ച് 41 ദിവസം നിങ്ങൾ പാരായണം ചെയ്യുക. ഒന്ന് ബദരീങ്ങളുടെ പേരിൽ നിങ്ങൾ പാരായണം ചെയ്യുക. 2 മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ നിങ്ങൾ പാരായണം ചെയ്യുക. 3-മത്തത് റിഫാഹി തങ്ങളുപ്പാപ്പയുടെ പേരിൽ നിങ്ങൾ പാരായണം ചെയ്യുക. റിഫാഹി തങ്ങളുടെ പേരിലും മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിലും, ബദരീങ്ങളുടെ പേരിലും മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ പേരിലും റിഫാഹി ശൈഖിന്റെ പേരിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അങ്ങനെ 3 യാസീൻ നിങ്ങൾ 41 ദിവസം നിങ്ങൾ പാരായണം ചെയ്ത് നോക്ക്. അവർക്ക് ഞാൻ നേർച്ചയും പറഞ്ഞു കൊടുത്ത്
മഹാനായ ജമലുല്ലൈലി പാപ്പയുടെ മഖാമിലേക്ക് ഇൻഷാ അല്ലാഹ് നേർച്ചയും പറഞ്ഞു കൊടുത്ത് അവർ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് സന്തോഷമായിട്ട് അവരൊറ്റക്കല്ല, അവരെ ഭർത്താവുമായി, ആ സഹോദരിയും ആ സഹോദരിയുടെ ഭർത്താവുമായിട്ട് 2 ആഴ്ച, എൻ്റെ അറിവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടത്തേക്ക് കടന്നു വന്നു. ഒരു ശനിയാഴ്ചയോ ഒരു തിങ്കളാഴ്ചയോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇൻഷാ അല്ലാഹ് അവർ വീഡിയോ കാണുന്നുണ്ടാകും, അവർ മജ്ലിസ് കാണുന്നുണ്ടാകും. ഒരു ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ അവരെൻ്റെ അടുത്തേക്ക് കടന്നു വരികയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തങ്ങളെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ആ യുവാവ് എന്നോട് പറയാണ് അത്ഭുതകരമായിട്ട് ആ യുവാവ് എന്നോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇത്രയും നേരത്തെ ഇത്രയും പെട്ടെന്ന് ഞാൻ അവിടുന്ന് കേസിലാകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലില്ല തങ്ങളെ, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്താന്നറിയില്ല, നമ്മൾ ഓതിയ യാസീനിന്റെയും നമ്മൾ ചെയ്ത നേർച്ചയുടെയും ഒക്കെ ഒരു ബർക്കത്ത് കൊണ്ടാണ് തങ്ങളെ വേറെ ഒരു കാര്യമില്ല, മിറാക്കിൾ, അത്ഭുതം സംഭവിക്കണം ഞാൻ അവിടുന്ന് ഇത്രയും നേർത്തിറങ്ങണമെങ്കിൽ. അത്രയും പവർഫുൾ ആണോ യാസീൻ? നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഓരോ സൂറത്തുകളുടെ മഹത്വം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി, നിങ്ങൾ ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഓതി നോക്ക്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉടൻ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യം വെച്ച് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിന്റെ മഹത്വം. അതാണ് സൂറത്തുൽ യാസീനിന്റെ മഹത്വം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഓതാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് പതിവാക്കാൻ, ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അമലുകൾ ചെയ്യാൻ ഈ മജ്ലിസിൽ ധാരാളം അമല് പറഞ്ഞ് അല്ലാഹുവേ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. സ്ഥിരമായി തങ്ങളെ ഈ മജ്ലിസിനെ ഞങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും എന്തു പ്രയാസമാണെങ്കിലും അവരെ വീട്ടിൽ ചെറിയൊരു പ്രയാസം നടന്നാൽ ഇവിടത്തേക്ക് ഓടി വരുന്ന എൻ്റെ യുവാക്കള്, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, അല്ലാഹുവേ ബർക്കത്ത് നീ കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ഐശ്വര്യം നീ നിലനിർത്തണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ അല്ലാ. മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹുവേ അവർക്ക് നീ കാവല് കൊടുക്കണേ അല്ലാ. നീ കാവലേഖണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എല്ലാ പരിപാടിയിൽ പോയാലും, എന്ത് മജ്ലിസിൽ പോയാലും, എന്ത് പരിപാടി അറ്റൻഡ് ചെയ്താലും, ഏത് ദുആ മജ്ലിസിലും അല്ലാ അവർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ. ഇവരും പ്രതീക്ഷിക്കുന്നു, നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. തങ്ങളെ ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് വേണ്ടത്. എനിക്കും നിങ്ങൾ ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസും നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണണേ. ഇൻഷാ അല്ലാഹ് ഇതിൽ പറയുന്ന ഓരോരോ അമല് ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ മജ്ലിസ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അതിനുള്ള നേട്ടം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുണ്ടാകും. അതിനുള്ള കാവൽ നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ യാസീൻ ഓതേണ്ടത് ആദ്യത്തെ യാസീൻ ഇൻഷാ അല്ലാഹ് അമൽ പറയാം. ആദ്യത്തെ യാസീൻ നിങ്ങൾ ഓതേണ്ടത് മഹാനായ ബദരീങ്ങളെ പേരിൽ, ബദ്ർ ശുഹദാക്കളെ പേരിൽ, 313 ബദ്ർ ശുഹദാക്കളെ പേരിൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ ഓതുക. നിങ്ങളൊരു മുറാദ് മനസ്സിൽ കരുതുക. മഹാനായ ബദ്ർ ശുഹദാക്കളെ പേരിൽ ആദ്യത്തെ യാസീൻ നിങ്ങൾ പാരായണം ചെയ്യാം. പിന്നെയോ രണ്ടാമത്തെ യാസീൻ നിങ്ങൾ ഓതേണ്ടത് മഹാനായ ഔലിയാക്കളുടെ നേതാവായ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പേരിലാണ് രണ്ടാമത്തെ യാസീൻ നിങ്ങൾ ഓതേണ്ടത്. ഔലിയാക്കളുടെ നേതാവായ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പേരിൽ. മൂന്നാമത്തെ യാസീൻ നിങ്ങൾ ഓതേണ്ടത്
സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പാപ്പാടെ പേരിൽ, റിഫായി ഷെയ്ഖിന്റെ പേരിലാണ് നിങ്ങൾ മൂന്നാമത്തെ യാസീൻ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ 3 യാസീൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ മഹത്തുക്കളുടെ പേരിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എന്ത് മുറാദ് മനസ്സിലുണ്ടെങ്കിലും അല്ലാഹു നടത്തിത്തരും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങനെ ഓതി നോക്ക്, ഞമ്മക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ നിങ്ങളോട് എണ്ണി പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത് നീട്ടിക്കൊണ്ടു പോകാത്തത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം അനുഭവങ്ങളാണ് കല്യാണക്കാര് റെഡിയായത്, മകന്റെ ജോലി റെഡിയായത്, ഭർത്താവിന്റെ ജോലി റെഡി, അങ്ങനെ ധാരാളം പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമാണ് ഈ 3 യാസീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇന്ന് തന്നെ ഈ മജ്ലിസ് കാണുന്ന ആളുകൾ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതാൻ തയ്യാറാവണേ. ഇൻഷാ അല്ലാഹ് 3 യാസീൻ 41 ദിവസം നിങ്ങൾ ഓതണം. ഇങ്ങനെ 3 യാസീൻ 41 ദിവസം. അല്ലാഹുവേ, ഞങ്ങളെല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും ഈ യാസീൻ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഒരിക്കലും ഒരു പ്രയാസങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. അല്ലാഹു ഒരു നിലക്കും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകൾ അല്ലാഹു അവർക്ക് നീ റാഹത്തും ഖൈറും ബർക്കത്തും ഏറ്റി നൽകണേ അല്ലാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. السلام عليكم ورحمة الله.